ഏയ് ജാൻ, ജാൻ, ഇപ്പൊ എന്തിനാ നീ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നേ? അവിടെ നിന്നെ കിസ് ചെയ്യാൻ വന്നപ്പോ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും കിസ് ചെയ്യുമ്പോ എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നാ നിനക്ക് എന്താ അറിയില്ലേ? നമ്മൾ എത്ര പ്രാവശ്യം കിസ് ചെയ്ത് കാണും. നീ സംസാരിച്ചിട്ടുണ്ടോ? എനിക്കും അങ്ങനെ തന്നെ ഉണ്ടാവുക. എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ട് മാത്രം അപ്പ ഞാൻ മിണ്ടാതിരുന്നത്. നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവനോ അടിക്കുമായിരിക്കും. ചെരുപ്പൂരി തല്ലിയനെ. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്തിനാ ജാൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അയ്യോ ജാൻ, എനിക്കുണ്ടാവുന്ന പ്രശ്നത്തിനൊക്കെ കാരണം ഞാൻ സത്യസന്ധമായിരിക്കുന്നോണ്ടാ. ഈ ലോകം എപ്പോഴാണ് നമ്മളെ മനസ്സിലാക്കാൻ പോകുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ബാക്കിയുള്ളവരെ മനസ്സിലാക്കുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം നീ എന്നെ മനസ്സിലാക്ക്. ഞാൻ മനസ്സിലാക്കാന്ന്. നിന്നെ അവള് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. നീ അവളുടെ പുറകെ തന്നെ പോ, എന്നെ വിട്ടേക്ക്. ഞാൻ എപ്പോഴാ വിട്ടിരിക്കുന്നത്? എന്നെയല്ല എല്ലാരും വിട്ടിട്ട് പോകാറുള്ളത്. പക്ഷെ വിട്ടിട്ട് പോയെന്ന് വെച്ച് വിഷമിക്കാനോ പിന്നെ അത് വിചാരിച്ച് ഫീൽ ചെയ്യുന്നവനൊന്നുമല്ല ഞാൻ. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഞാൻ ആലോചിച്ചിരുന്ന് കരയും. ബട്ട് പക്ഷേ എവിടെയാണെങ്കിലും നന്നായിട്ട് ജീവിക്കണമെന്ന് ബ്ലസ് ചെയ്യും ഞാൻ. അപ്പോ ഞാൻ നിന്നെ വിട്ടിട്ട് പോയാലും നിനക്ക് ഒരു കുഴപ്പമില്ല. ശരി, ഗെറ്റ് ലോസ്റ്റ്. ഏയ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എടാ, ഞാൻ പിണങ്ങിട്ട് പോന്ന കണ്ടിട്ട് നിനക്ക് എന്നെ സമാധാനിപ്പിക്കാൻ തോന്നിയില്ലല്ലോ. ഇത്രയും നേരം ഞാൻ അതല്ലേ ചെയ്തോണ്ടിരുന്നേ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതെ, ചെയ്തേ പറ്റൂ. ലൈഫ് ലോങ് എന്നെ കൺവിൻസ് ചെയ്തോണ്ടിരിക്കണം. ഓഹോ, ഞാൻ ചിലപ്പോ എന്റെ പാട്ടിന് പോയാലോ? പോയിരുന്നേ കുറച്ച് സമാധാനം കിട്ടിയാണ്. അറിയാതെ പറഞ്ഞു പോയതാ. ഹേ മാലിക്, ഇവിടെ നിന്റെ കാമുകി നിനക്ക് വേണ്ടി ഡിന്നർ റെഡിയാക്കി വെച്ചപ്പോ നീ ഇതെങ്ങോട്ടേക്കാ? നിസ്കരിക്കാൻ പോവാ. എപ്പോഴും 7:30 പോവാറ്. ഇപ്പൊ 8 ആയാലോ? ഇപ്പോഴാണോ പോകുന്നത്? എന്താണ് ഭായ്, പള്ളിയിലേക്ക് തന്നെയാണോ അതോ വല്ല മുസ്ലിം പെണ്ണിനെ വളയ്ക്കാൻ പോവാണോ? ഇന്ന് ബയാൻ, അതുകൊണ്ട് പ്രേയർ ഇന്ന് 8 o'clock തന്നെ സ്റ്റാർട്ട് ആവും. ബയാനോ എന്നുവെച്ചാ? നീ 5 വർഷമായിട്ട് എന്റെ കൂടെ ഇല്ല. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കും. മുസ്ലിമായിട്ട് കൺവേർട്ട് ആവാൻ പോകുന്നു. എന്നിട്ട് ബയാൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല നിനക്ക്? ബയാൻ എന്ന് വെച്ചാൽ ഇസ്ലാം മതത്തില് ബോധന ചെയ്യും. ഇത് എല്ലായിടത്തൊന്നും നടക്കത്തില്ല. ഒരു ചിലയിടങ്ങളിൽ മാത്രം ഫിക്സ് ചെയ്യുന്നതാണ്. സംടൈംസ് തേഴ്സ്ഡേ നടക്കും, സംടൈംസ് സൺഡേ നടക്കും. ഇന്ന് ബയാൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അനൗൺസ് ചെയ്യും. എല്ലാം ഓക്കെ, പക്ഷെ ചെറിയൊരു കറക്ഷൻ. പറയേ. ഞാനെന്തിനാ മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്യണം? നിനക്ക് എന്തുകൊണ്ട് ക്രിസ്ത്യൻ ആയിക്കൂടാ? പിണങ്ങല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞ. നീ ആയിരിക്കും, ഞാനായിരിക്കാം. അപ്പോ നമുക്കൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞ് മുസ്ലിം ആയിരിക്കോ ക്രിസ്ത്യൻ ആയിരിക്കോ? രണ്ടും അല്ല. ആദ്യം നല്ല മനുഷ്യനായിട്ട് ജീവിക്കട്ടെ. പോരെ. See you. Love you. Love you too.